ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 69. അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല, മെയിൻലി ബിഗ് ബോസ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ വിചാരിച്ച് കുറച്ചു പേരെങ്കിലും ചിന്തിച്ചാണ് എവിടെ പോയി ഇവൻ, ബിഗ് ബോസിനെ മറ്റേ ഉണ്ടാക്കുന്ന പരിപാടിയും കൊണ്ട് ഇവരെ കാണുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത കുറച്ചു പേർക്കെങ്കിലും വന്നു കാണും. അപ്പൊ അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു വെച്ചേക്കാം, എനിക്ക് വേറെ ഇത് മാത്രമല്ല എനിക്ക് പണി, എനിക്ക് വേറെ കുറച്ച് ജോലികളുണ്ട്. അപ്പൊ ആ ജോലിയിൽ ഞാൻ ഈ ഒരാഴ്ചയായിട്ട് നല്ല തിരക്കായിരുന്നു. എനിക്ക് കാണുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് കൂടുതലും, ഞാൻ ലൈവ് ആയിരുന്നു, ലൈവ് ഇടയ്ക്കൊക്കെ പകലൊക്കെ എനിക്ക് ഫ്രീ കിട്ടുമ്പോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു. എപ്പിസോഡ് പ്രോപ്പറായിട്ട് ഈ ഒരു ടൈമിൽ എനിക്ക് കാണാനോ വീഡിയോ എടുക്കാനോ ഒന്നും സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. പക്ഷെ ഞാൻ ഈ ഒരാഴ്ചത്തെ നമ്മുടെ ഋഷിയുടെ ഫാമിലി വരുന്ന ഒരു പരിപാടി വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എപ്പിസോഡ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈവാണ് കുറച്ചൊക്കെ കണ്ടത്. ആ ലൈവിനകത്തൊക്കെ ഞാൻ നമ്മുടെ ശ്രീധുവിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് വന്ന് മറ്റേ അവരുടെ ശ്രീധു അർജുൻ ആ ഒരു റൊമാൻറ്റിക് പരിപാടിക്കൊക്കെ മറ്റേ പച്ചവെള്ളം കോരി ഒഴിക്കുന്ന പരിപാടിയൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ അതിനെപ്പറ്റി കുറെ പേര് പല വീഡിയോയിലും പല കാര്യങ്ങളും പറയുന്നതൊക്കെ കണ്ടു. എനിക്ക് അതിനകത്ത് വലിയ മറ്റേ ശ്രീധുവിന്റെ അമ്മയുടെ തലയിൽ തന്നെ മറ്റേ കുറ്റം ചാർത്തി കൊടുക്കാനായിട്ടുള്ള ഒരു മൂടൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകളാണ്, ഒരു സൈഡിൽ കൂടെ നമ്മൾ നോക്കുമ്പോ അതാണ്. സോ അവര് മോളെ കുറച്ചും കൂടെ പുറത്തെ ആൾക്കാരിലേക്ക് കൂടുതലും അടിച്ച്, പുറത്തെ ആൾക്കാർ കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്ന അവരുടെ ആ ഒരു ശ്രീധു അർജുൻ ആ ഒരു റൊമാൻസ് പരിപാടി ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഒരു അമ്മ നോക്കുമ്പോഴത്തേക്ക് അവർക്ക് അത് തെറ്റായി തോന്നിയേക്കാം. അവരതുകൊണ്ട് അതിനകത്ത് കയറി വന്നപ്പോഴത്തേക്ക് ഇതിന്റെ കുറച്ച് ക്ലൂസ് ഇട്ട് കൊടുത്തു, ബിഗ് ബോസ് പിടിച്ചാട്ടുന്ന പരിപാടികളൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, അതൊക്കെ എന്തായാലും കഴിഞ്ഞു പോയ കാര്യം. ഇന്നത്തെ എപ്പിസോഡ് 69ാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്ക് മറ്റേ ചന്ദമാമ റോക്ക് ആൻഡ് റോളിലെ ഒരു പാട്ടൊക്കെ ഇട്ടാണ് പരിപാടി തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു പാട്ടിന്റെ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക്, അവിടുത്തെ ഡാൻസ് പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഗെയിം അവിടെ വരുന്നുണ്ട്. ആ ഒരു 4 ടീമിലെ ഓരോരുത്തർ ആ ടീമിൽ നിന്ന് വന്നിട്ട് അവര് കൂടി ആലോചിക്കും അതിനകത്ത് ആരാണ് ഫസ്റ്റ് ഗെയിം കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പൊ ആ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിലെ കുറച്ച് മുട്ട വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് കുറച്ച് പരിപാടികൾ, കുറച്ച് ടാസ്ക് ഒക്കെ കടന്ന് ആ മുട്ട 2 കയ്യിലായിട്ട് 2 പ്ലേറ്റ് വെച്ചിട്ട് ഓരോ മുട്ടകൾ അതിനകത്ത് വെച്ചിട്ട് അത് ഇപ്പറേ എത്തിക്കണം. അതായിരുന്നു ടാസ്ക്. അപ്പം അതിനകത്ത് ഫസ്റ്റ് ഈ 4 ടീമിൽ നിന്ന് വന്നതിനകത്ത് ഓരോ ആൾക്കാർ വരാൻ പറഞ്ഞു. അതിനകത്ത് വന്ന് നമ്മുടെ ഒരിടത്തുനിന്ന് നോറ വന്നു, പിന്നെ ജാസ്മിൻ, അങ്ങനെ അപ്സര വന്നു. പിന്നെ അപ്പൊ ഇങ്ങനെ ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇവര് ഫസ്റ്റ് ആര് പോണം ഗെയിം കളിക്കാൻ എന്നൊരു സാധനം ഇട്ടു. അതിനകത്ത് ഫസ്റ്റ് പോയത് നമ്മുടെ ഡെന്നാണ്, റസ്മിൻ ബായുടെ ടീം. അതിനകത്ത് അവര് പോയി, അവർ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടണൽ ടീമാണ് പോകുന്നത്. അപ്പൊ ഈ ടണൽ പോകുന്നതിന് മുമ്പായിട്ട് ഒരു വഴക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ റസ്മിൻ ആരെ സപ്പോർട്ട് ചെയ്ത്, അതായത് നോറ, ജാസ്മിൻ, റസ്മിൻ, ഇവരുടെ 3 പേരുടെ ഒരു ഗെയിം ഞാൻ കണ്ടത്. ഇവർ 3 പേരും ഇപ്പൊ മൂന്ന് ദിശയിലേക്കാണ് പോകുന്നത്. പണ്ട് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒന്നുകിൽ റസ്മിൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും, റസ്മിൻ നോറയെ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ഗെയിമില് റസ്മിൻ നിൽക്കുമായിരുന്നു. ഇപ്പൊ റസ്മിൻ ഇവരെ 2 പേരിൽ നിന്നും ഒരു ഗ്യാപ്പ് ഇട്ടാണ് ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഗെയിം കളിക്കാനുള്ള ഒരു കാരണം, ഇനി ഇവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നുള്ളൊരു സാധനം റസ്മിന് ഒരു പേടി വന്നോണ്ട്, നമ്മുടെ ഗബ്രിയുടെ ആ ഒരു കേസ്. അതിന് ശേഷമാണ് ജാസ്മിനിൽ നിന്ന് ടോട്ടലി മാറി നിൽക്കാൻ തുടങ്ങിയത്. ഇപ്പൊ നോറയിൽ നിന്നും ചെറിയ ചീറ്റലും പൊട്ടലും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ ഗെയിമിനകത്ത് വരെ കാണാൻ പറ്റുന്നുണ്ട്. നോറയുടെ ടീം കളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് റസ്മിൻ ആയിരുന്നു ഇത് കർത്താവായിട്ട് സൈഡിൽ നിൽക്കുന്നത്. സോ ആ സമയത്ത് റസ്മിൻ ചുമ്മാ ഉള്ള ഒരു ചൊറിച്ചൽ, ഒരു മറ്റേ ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, ആ ഒരു പരിപാടിയൊക്കെ നൈസായിട്ട് നോറ എടുക്കുക ഇറക്കുന്നുണ്ട്. നോറ തിരിച്ച് പണിയും കൊടുക്കുന്നുണ്ട്, ആട്ടിയൊക്കെ വിടുന്നുണ്ട്. നീ എന്തൊരു ഡയലോഗ് അടിച്ചാൽ വിട്ടുപോയി. എന്തായാലും അങ്ങനെ ഇവര് തമ്മിൽ ഒരു ക്ലാഷ് നല്ല രീതിയിലുണ്ട്. അപ്പൊ അടുത്ത ടീമായിട്ട് സെലക്ട് ചെയ്ത് ഗെയിം കളിക്കാൻ പോകുന്നത് ടണൽ ടീമാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ ഇവരുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത, റസ്മിനെ നല്ല രീതിയിൽ നോറ പറയുന്നുണ്ട്, റസ്മിൻ അവിടെയും ചവിട്ടും ഇവിടെയും ചവിട്ടും എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നോറ ഞങ്ങളെ അവളെ അതിന് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടില്ല, ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് റസ്മിൻ നിന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നേരത്തെ മനസ്സിലായ കാര്യമാണ്. ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് നോറ എന്നല്ല നമ്മുടെ റസ്മിൻ ബായി നിൽക്കുന്നില്ല എന്നുള്ളത്. പിന്നെ നോറ പറഞ്ഞിറങ്ങുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോറയ്ക്ക് എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് സ്പേസ് വേണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ നെഞ്ചത്തുണ്ടാക്കിയെങ്കിൽ മാത്രമേ പുറത്ത് ജനങ്ങൾ അംഗീകരിക്കൂ എന്നുള്ളൊരു സാധനം നോറയുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നോറ പലതും കാണിക്കും. അതിനെ ഇപ്പൊ ആരും അങ്ങനെ കെയർ ചെയ്യാറില്ല. എന്തായാലും ഇന്നത്തെ ആ ഒരു വഴക്കം വലിയ ഗംഭീരമായിട്ടൊന്നും പോയില്ല. ജാസ്മിനൊക്കെ അത് ചുമ്മാ പോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടു കളഞ്ഞു. അത് കഴിഞ്ഞ് ടണൽ ടീം വരുന്നുണ്ട്. ഈ ടണൽ ടീമിന്റെ ഗെയിമില്, അതായത് നമ്മുടെ അപ്സരയുടെ ടീം, അതിനകത്ത് സിജോ ഉണ്ട്, സായി ഉണ്ട്. ഈ ഒരു ടീമിന്റെ ഗെയിമില് സിജോയുടെ ഭാഗത്തുനിന്ന് ഒരു ഫൗള് നമുക്ക് കാണാൻ പറ്റി. സിജോ ആ ഫൗള് വന്നിട്ട് പോലും സിജോ അതിനെ എതിർത്തുകൊണ്ട് നമ്മുടെ ഈ സിജോയുടെ, അതായത് ടണൽ ടീം ഗെയിം കളിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ റെഫറി ആയിട്ട് നിന്നത് നമ്മുടെ ജാസ്മിൻ ആയിരുന്നു. അപ്പൊ ഓരോ ടീം വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് ടീമിലെ ഒരാളായിരിക്കും റെഫറി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ജാസ്മിൻ നിന്നപ്പോഴത്തേക്ക് ഈ ഒരു ഫൗള് വന്നപ്പോൾ പ്രോപ്പർ ആയിട്ട് ജാസ്മിൻ അവിടെ നിന്ന് പറഞ്ഞു, സിജോ ഫൗള് കാണിച്ചു, ഇതിന് മാർക്കില്ല, മാറിപ്പോണം എന്ന് പറഞ്ഞിട്ടും സിജോ ആ ഒരു കാര്യം പറഞ്ഞ് മാക്സിമം നമ്മുടെ
ജാസ്മിൻ എടുക്കൽ വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചു. നമ്മുടെ സീക്രട്ട് ഏജന്റും അതിനെ സപ്പോർട്ട് ചെയ്ത് സായിയുടെ ടീമാണല്ലോ, അപ്പൊ സായിയും സിജോനെ സപ്പോർട്ട് ചെയ്ത് ജാസ്മിനെ ഒന്ന് പിടിച്ചു കുലുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ജാസ്മിൻ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. അവിടെയാണ് ജാസ്മിൻ എന്ന് പറയുന്ന ഗെയിമറെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. കാരണം ഒരു രീതിയിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ജാസ്മിൻ അത് എതിർക്കും. എന്തൊക്കെ വന്നാലും ജാസ്മിൻ എതിർക്കുന്നുണ്ട്. അത് ഇന്നും നല്ല പ്രോപ്പർ ആയിട്ട് സായി ഒരു പരിധിയിൽ കൂടുതൽ അതിനകത്ത് ഒരു ഫൈറ്റ് ചെയ്യാൻ നിന്നില്ല. അത് ഞാൻ ശ്രദ്ധിച്ചു. കാരണം സായിക്ക് അറിയാം തെറ്റ് നടന്നു. പിന്നെ അവത്തെ ചൊല്ലി ഒരു വഴക്കുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തെ ആൾക്കാര് അത് നെഗറ്റീവ് അടിക്കും എന്നുള്ള സാധനം സായിക്ക് അറിയാവുന്നതുകൊണ്ട് സായി ഒരു പരിധിയിൽ കൂടുതൽ അതിനകത്ത് വഴക്കുണ്ടാകാൻ കയറിയില്ല. പക്ഷെ സിജോ നല്ല രീതിയിൽ സിജോയുടെ ഒരു ഭാഗം ക്ലിയർ ചെയ്യാൻ നോക്കി. പക്ഷെ തെറ്റാണെന്ന് അറിഞ്ഞിട്ടുമാണെന്ന് തോന്നുന്നു സിജോ അത് ക്ലിയർ ചെയ്യാൻ നോക്കിയത്. കാരണം ഫൈറ്റ് ചെയ്യണമല്ലോ, ഗെയിം നോക്കണമല്ലോ. സോ ആ ഒരു പരിപാടി ഞാൻ അവിടെ കണ്ടു. പക്ഷെ അതിനകത്ത് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി നിന്നത് ജാസ്മിൻ തന്നെയാണ് കേട്ടോ. ഞാൻ ജാസ്മിൻ മുല്ലപ്പൂ ഫാനൊന്നും അല്ല. ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് അറിയാം. പക്ഷെ എന്നാലും ഒരാൾ നല്ലൊരു ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഗെയിം ഒന്ന് തന്നെ പറയണം. അല്ലാതെ അവിടെ ഫാൻ കളി കളിക്കാൻ ഞാനില്ല. അതുകൊണ്ട് ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് തോന്നിയ കാര്യം ജാസ്മിൻ ആ ഒരു പരിപാടി എത്തിയപ്പോഴത്തേക്കും ജാസ്മിൻ അടിപൊളിയായിട്ട് അതിനെ നിന്ന് ഫൈറ്റ് ചെയ്തു കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്ത ടീം വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗെയിം പരിപാടിയിൽ ജയിച്ചത് നമ്മുടെ ഡെൻ ടീമാണ്, റസ്മിന്റെ ടീമാണ്. അവർ നല്ല പ്രോപ്പറായിട്ട് ആദ്യമേ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഇന്ന് വന്നത് അപ്സരയുടെ വീട്ടിൽ നിന്നായിരുന്നു ഫസ്റ്റ് വന്നത്. അപ്സരയുടെ അമ്മയാണ് വന്നത്. അപ്സരയുടെ അമ്മ വന്നപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര സ്നേഹമായിട്ട് എല്ലാവരും കെട്ടിപ്പിടിക്കുകയും പരിപാടിയൊക്കെ ഞാൻ കണ്ടു. അതിനകത്ത് ഒരാളെ മാത്രം ഞാൻ നോട്ട് ചെയ്തു, നമ്മുടെ നോറ ചേച്ചി. ആ സമയത്ത് അപ്പുറം ഫുഡ് അടിക്കുമായിരുന്നു, മൈൻഡ് പോലും ചെയ്തില്ല നോറ ചേച്ചി. പിന്നെ അതിനകത്ത് നമുക്ക് അധികം കുറ്റം പറയാൻ പറ്റത്തില്ല. ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടുന്ന് എണീറ്റ് വരേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇതിപ്പോ നോറയുടെ വീട്ടിൽ നിന്നാണ് വന്നെങ്കിൽ നോറ എണീറ്റ് വരാതിരിക്കത്തില്ലല്ലോ, ആരാണെങ്കിലും എണീറ്റ് വരുമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു ചെറിയ രീതിയിൽ നോറയോട് ഒരു ചെറിയ പൊട്ടി. എന്നാലും പോട്ടെ, നോറയല്ലേ, എന്തെങ്കിലുമൊക്കെ വിവരക്കേട് കാണിക്കട്ടെ അവിടെ ഇരുന്ന് എന്ന് പറഞ്ഞ് ഞാനത് വിടുന്നു. അപ്പം ഞാൻ വിട്ടേ പറ്റുള്ളൂ, എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിനെപ്പറ്റി ഞാൻ അധികം സംസാരിക്കാൻ പോകുന്നില്ല. നോറയുടെ ഒരു ഒരാൾക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ അതിനെ നമ്മൾ വിട്ടുകളയണം. പിന്നെ അയാളെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അപ്പൊ അത് ഞാൻ വിട്ടുകളയുന്നു, പോട്ടെ. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അപ്സരയുടെ അമ്മ അപ്സരയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട് കുറെ പ്രാവശ്യം, എവിടെ ഹസ്ബൻഡ് എവിടെ? അപ്സരയുടെ ഹസ്ബൻഡിന്റെ പേര് ആൽബി എവിടെ എന്തെങ്കിലും പറ്റിയോ? കാരണം പുള്ളി വരേണ്ടതാണ്, പുള്ളിയെ കാണുന്നില്ല എന്ന് പറഞ്ഞ് കുറെ തവണ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇല്ല മോളെ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു പെട്ടെന്ന് അത് എങ്ങും കാണാത്ത രീതിയിൽ ഇതിനായിട്ട് ആരും അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല. ഒരു പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മുഖംമൂടിയൊക്കെ ഇട്ട് ഒരാൾ അതിനകത്തോട് ഒന്ന് ഓടുന്നതൊക്കെ കാണാം. അപ്പൊ തന്നെ നമ്മുടെ അപ്സരയ്ക്ക് കാര്യം മനസ്സിലായി, അത് ആൽബിച്ചേട്ടനാണ്. പിന്നെ പുള്ളി വരുന്നുണ്ട്, അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് എനിക്ക് ഇന്നത്തെ ലൈവ് ഞാൻ കുറച്ചേ കണ്ടുള്ളൂ. ലൈവിനകത്തും കണ്ടപ്പോഴത്തേക്ക് ആൽബി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. സൂപ്പർ ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നി. കാരണം വന്നപ്പോ തന്നെ അവിടെ ഉള്ള എല്ലാവരുമായിട്ട് പുള്ളി പെട്ടെന്ന് കയറി സംസാരിക്കാനും എല്ലാവരുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പുള്ളി ശ്രമിക്കുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു പേഴ്സണലി. പുള്ളിയൊക്കെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ അടിപൊളി ആയിരുന്നേനെ എന്നൊരു തോട്ട് എനിക്ക് തോന്നി. കാരണം നോറയൊക്കെ ഫസ്റ്റ് പുള്ളി വന്ന് കയറിയിട്ട് കൊടുക്കുന്നൊരു കൊട്ട് നോറക്കിട്ടാ. നോറയുടെ ഒച്ച കാരണം ടി വി വെക്കാൻ വയ്യ, ടി വി തുറന്നാൽ നോറയുടെ ഒച്ച, അങ്ങനെ ഒരു സാധനം പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ ഓരോരുത്തരോടും സംസാരിക്കുന്നുണ്ട്. പുള്ളി ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പുള്ളിയുടെ ഒരു സംസാരവും ഒരു ആറ്റിറ്റ്യൂഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സായിയുടെ വൈഫ് വരുന്നുണ്ട്, സീക്രട്ട് ലേഡി വരുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഉള്ള സംസാരം. അത് കഴിയുമ്പോഴത്തേക്ക് സായിയുടെ ഫാദർ പുറത്താണ്. സോ പുള്ളിയുടെ ഒരു ലൈഫ് കോൾ, അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതൊക്കെ അവരുടെ ഫാമിലി മാറ്റേഴ്സ്. അതിനകത്തോട് നമ്മൾ പോകേണ്ട കാര്യമില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. സായി അച്ഛനുമായിട്ട് എന്തൊക്കെ ഇഷ്യൂ ഉണ്ടായിരുന്നു, സംസാരിക്കാതിരിക്കലും പരിപാടിയൊക്കെ. അപ്പൊ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് ഒരു ഗെയിം ആണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. കാരണം അവിടെ വന്നിട്ട് അത് പറയേണ്ട കാര്യമില്ല. പിന്നെ അവിടെ ചില ആളുകൾ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പറയാറുണ്ട്, ചിലർ ജീവിതത്തിൽ നടന്നതല്ലാതെ കയ്യിൽ നിന്നിട്ട് കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അവിടെ പിന്നെ സായി പറയുന്നത് എനിക്ക് അതിനകത്തുനിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്യാനാണ് ഞാൻ ബിഗ് ബോസിലേക്ക് വന്നത്. ഞാൻ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ എനിക്കൊന്ന് മാറ്റണം, ലൈഫ് ചേഞ്ച് ചെയ്യണം, അതിനാണ് ബിഗ് ബോസ് വന്നതെന്നൊക്കെ സായി പറയുന്നു. ആ പറച്ചിലൊക്കെ ഒരു രണ്ട് രീതിയിൽ അതിനെ എടുക്കാം. ഒന്ന്, മനസ്സിൽ തട്ടി സായിക്ക് ഒരു മനംമാറ്റം വന്ന് മാറാൻ വേണ്ടി. പക്ഷെ അങ്ങനെ ഒരാൾക്ക് മാറണമെങ്കിൽ നേരെ വീട്ടിൽ കയറി വരേണ്ട ഒരു സ്ഥലമാണോ ബിഗ് ബോസ് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരാൾക്ക് നന്നാവണമെങ്കിൽ കയറി വരേണ്ട ഒരു സ്ഥലമാണോ ബിഗ് ബോസ്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിയുടെ അച്ഛനും അമ്മയായിട്ടും പുള്ളി അധികം മിണ്ടുന്നില്ലെങ്കിൽ ആ ഒരു സാധനം മാറ്റാനായിട്ട് കയറി വരേണ്ട ഒരു സ്ഥലമാണോ ബിഗ് ബോസ്? കുറച്ചു ദിവസം വീട്ടുകാരിൽ നിന്ന് കാണാതിരിക്കുന്നെന്നും പറഞ്ഞ് എനിക്കെന്തോ ചിലപ്പം പുള്ളി അതായിരിക്കും ഉദ്ദേശിച്ചത്. കുറെ ദിവസം ചിലപ്പോൾ അവരുമായിട്ടൊന്നും ഒരു കോൺടാക്റ്റും ഇല്ലാതെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ കുറച്ചുകൂടെ മൈൻഡ് മാറി ചിലപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അവരോടൊക്കെ കാണണം, സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് എന്ന് പുള്ളി ഇനിയും ചിലപ്പോൾ പറയുമായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷേ
ഇതിനെ ഒരു ഗെയിമായിട്ടും കാണാം, ഒരാളുടെ പുറത്ത് ആളുകളിലേക്ക് ഒരു സാധനം ഇട്ട് കൊടുക്കാൻ, മനസ്സിലായില്ലേ? അങ്ങനെയും ചിന്തിക്കാം, ഞാൻ അങ്ങനെയും ചിന്തിച്ചു. അപ്പൊ എനിക്ക് തോന്നി അതൊരു ഗെയിമായിട്ടും സൈഡിൽ കൂടെ തോന്നി. എന്തായാലും വിട്ടുകളയുക, അങ്ങനെ തോന്നിയവർ അങ്ങനെ എടുക്കുക, അല്ലാത്തവർ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. പിന്നെ ആര് കപ്പ് കൊണ്ടുപോകുമെന്ന്, അല്ലെങ്കിൽ സായി കപ്പ് കൊണ്ടുപോകും എന്നുള്ളൊരു തോട്ടുള്ളവരോടൊക്കെ ഞാൻ ഒരു കാര്യം പറയാം. സായി കപ്പ് കൊണ്ടുപോകും എന്നുള്ളതിനകത്തൊരു വളരെ എനിക്ക് കുറച്ചൊരു വിശ്വാസം മാത്രമേ ഉള്ള പറയാലോ, എനിക്ക് കുറച്ച് വിശ്വാസം മാത്രമേ ഉള്ളൂ. കാരണം സായിയെക്കാട്ടിലും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാർ അതിനകത്തുണ്ട്. എന്ന് വെച്ചിട്ട് സിജോ കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിജോ കൊണ്ടുപോകാൻ ഒരു ചാൻസും ഇല്ല. കാരണം സിജോ അതിനകത്ത് വന്നിട്ട് ഇപ്പൊ സിജോയ്ക്ക് ഉള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിജോയെ നമ്മുടെ റോക്കി ഇടിച്ച് പുറത്താക്കിയ ആ ഒരു ഗ്യാപ്പില് ഒരുപാട് മറ്റേ ശോകമൂഖം ആ ഒരു പരിപാടി ഇറക്കിയിട്ട് അതിന് കുറച്ച് സപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ടേ ഉള്ളൂ. അല്ല ഗെയിമർ എന്നൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്തും ജനങ്ങൾ പുള്ളി സിജോ ഒരു നല്ല ഗെയിമർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ പുള്ളി പറയുന്ന പോയിന്റ്സ് അടിപൊളിയാണ്, നല്ല പോയിന്റുകൾ പറയാറുണ്ട്, സംസാരിക്കാൻ അറിയാം. എന്ന് വെച്ചിട്ടൊരു നല്ല ഗെയിമർ ആവണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് സായിയുടെയും സിജോയുടെയും കാര്യത്തിലൊന്നും അത്ര വലിയ ഗെയിമേഴ്സ് ആണെന്ന് ഞാൻ പറയത്തില്ല. അപ്പൊ ഇന്ന് ഈ ഒരു പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു സ്പോൺസേർഡ് ടാസ്ക് അവിടെ വരുന്നുണ്ട്, ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഒരു പരിപാടി. അപ്പൊ ആ ഒരു സ്പോൺസേർഡ് ടാസ്കോട് കൂടി തന്നെ ഇന്നത്തെ ഒരു എപ്പിസോഡ് തീരുമായിരുന്നു. ആ ഒരു സ്പോൺസേർഡ് ടാസ്കിനെ ഒന്നും വലുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ലല്ലോ. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല. അതിനകത്ത് നമ്മുടെ റസ്മി 2 ടീമായിട്ട് തിരിക്കുമായിരുന്നു. അപ്പൊ അതിനകത്ത് റസ്മിനൊക്കെ ഉള്ളൊരു ടീമാണ് ജയിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ആഴ്ചത്തെ ഇപ്പൊ ഇന്നത്തോണ്ട് വെള്ളിയാഴ്ച, നാളെ ലാലാട്ടൻ വരുന്ന ദിവസമാണ്. ആരൊക്കെ വെളിയിലാകുമെന്ന് നമുക്ക് നോക്കാം. എനിക്ക് ഈ ആഴ്ച പുറത്തു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി റസ്മിൻ ബായ് എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ്. കാരണം അയാൾ വെളിയിൽ പോകണം, അയാൾ കാണിച്ചു വെച്ചിട്ട് ഒക്കെ അയാൾ വെളിയിൽ പോകേണ്ടത് തന്നെയാണ്. പിന്നെ ഗെയിമർ എന്ന് പറയുന്ന സാഹചര്യത്തിലൊന്നും പുള്ളിയെ കൂട്ടാനൊന്നും പറ്റത്തില്ല. എനിക്ക് അവളെ അത്ര വലിയ ഗെയിമറായിട്ടൊന്നും തോന്നിയിട്ടില്ല എന്റെ പെർസ്പെക്ടീവില്. ഓക്കെ, തോന്നിയവർ അവൾക്ക് വോട്ട് ചെയ്യുക, അവൾ നിന്ന് പോട്ടെ. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഇപ്പോഴാണെങ്കിലും അവളുടെ ഒരു ഗെയിം ചേഞ്ച് ചെയ്യണം, നല്ലതാണ് എന്ന് വെച്ചിട്ട് വന്ന വഴി മറന്നിട്ടുള്ള ഒരു ഗെയിം ചേഞ്ചിങ് ഉണ്ടല്ലോ, അത് അത്ര നല്ല പരിപാടിയായിട്ടും എനിക്ക് തോന്നില്ല. അല്ലെങ്കിൽ ആദ്യം തൊട്ടേ അങ്ങനെ നിൽക്കണമായിരുന്നു, മനസ്സിലായില്ലേ? ഇത് എന്തിനോ വേണ്ടി ഞാൻ അങ്ങ് ഗെയിം ചേഞ്ച് ചെയ്യുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് അത്രയ്ക്ക് അങ്ങോട്ട് സൂചിച്ചില്ല മോളെ, ഉള്ള കാര്യം പറയാലോ. അപ്പൊ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ട്, നിങ്ങളുടെ ഒരു സാധനം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ.